ഏഴാം ക്ലാസ്സിലെ കേരള പാഠാവലി ടെക്സ്റ്റ് ബുക്കിലെ രണ്ടാമത്തെ യൂണിറ്റ് നീളുമീ യാത്രതൻ വിസ്മയങ്ങൾ. അതിലെ രണ്ടാമത്തെ പാഠഭാഗം നക്ഷത്രം. ആദ്യം ഈ പാഠഭാഗം വായിക്കാം. ഒരുപാട് യാത്ര ചെയ്യുന്നവരാണ് നമ്മൾ. അവിടെ സങ്കല്പങ്ങൾ, ഭാവനകൾ, ജീവിത യാഥാർത്ഥ്യങ്ങൾ മറികടക്കാൻ ചില സർഗാത്മക സാധ്യതകൾ. നക്ഷത്രം. മഴ പെയ്തു തീർന്നു. പക്ഷെ മാനം തെളിഞ്ഞിരുന്നില്ല. കട്ടിയായ ഇരുട്ടിൽ നക്ഷത്രങ്ങൾ തെളിഞ്ഞിരുന്നു. കുട്ടി തൊടിയിലേക്ക് വിരൽ ചൂണ്ടി ചിരിച്ചു. അച്ഛാ, നക്ഷത്രങ്ങൾ, നക്ഷത്രം പറക്കുന്നു. ഹായ്, എന്തു രസം. അച്ഛൻ പറഞ്ഞു. നക്ഷത്രമല്ല കുഞ്ഞെ, മിന്നാമിനുങ്ങ്, ഒരു തരം പുഴു. കുട്ടിക്ക് ബോധ്യമായില്ല. ഈ അച്ഛൻ എന്തറിയാം? മഴ പെയ്തപ്പോൾ ആകാശത്ത് നിന്ന് നക്ഷത്രങ്ങളെല്ലാം കൂടെ താഴോട്ട് പോന്നതാണ്. അതല്ലേ? ദേ, മാനത്ത് ഒറ്റ എണ്ണവുമില്ലല്ലോ. കുട്ടി വാശി പിടിച്ചു. അല്ലച്ഛ, നക്ഷത്രം. എനിക്ക് നക്ഷത്രത്തിന് വേണം. ഇത് നക്ഷത്രമല്ലെന്നും ഒരുതരം പ്രാണിയാണെന്നും പകൽ മുഴുവനും ഇലകൾക്കിടയിലും കാനങ്ങളിലും ഒളിച്ചിരുന്ന ശേഷം രാത്രി മിനിങ്ങി നടക്കുകയാണെന്നുമൊക്കെ അച്ഛൻ പറഞ്ഞു നോക്കി. പക്ഷേ കുട്ടി കരഞ്ഞു. എത്ര പറഞ്ഞിട്ട് മനസ്സിലായില്ല. അവന് നക്ഷത്രത്തിനെ കൂടിയേ തീരൂ. അച്ഛൻ കുട്ടിയെയും എടുത്ത് മുറ്റത്തിറങ്ങി. കറുത്ത തുണിയിൽ വെള്ളപ്പൊട്ടുപോലെ മിന്നാമിനുകുകൾ പറന്നു നടന്നിരുന്നു. അച്ഛൻ കൈവീശി ഒന്നിനെ പിടിച്ചു. എന്നിട്ട് കുട്ടിയുടെ മൃദുലമായ കൈവെള്ളയിൽ വെച്ചു കൊടുത്തു. അവൻ ഇക്കിളിയായി. തണുത്തു വഴുത്ത ഒരു സാധനം കയ്യിലിഴയും പോലെ അറപ്പും സംഭ്രമവും കലർന്ന ഒരു ശബ്ദം പുറപ്പെടുവിച്ചുകൊണ്ട് അവൻ അറിയാതെ കൈകുടഞ്ഞു. നക്ഷത്രമത മുറ്റത്തെ റോസാ ചെടിയുടെ തലപ്പിൽ ചെന്നിരുന്ന് മിനുങ്ങുന്നു, അമ്മയുടെ കാതിലെ കമ്മല് പോലെ. കുട്ടി പിന്നെയും ചിണുങ്ങി തുടങ്ങി. എനിക്ക് കമ്മല് വേണം അച്ഛാ, കമ്മൽ. അവന് ഉറങ്ങാൻ നേരമായിരുന്നു. അച്ഛൻ ആ മിന്നാമിനിങ്ങിനെ എടുത്ത് ഒരു കുപ്പിയിലാക്കി കിടപ്പറയുടെ ജനാലയിൽ വെച്ച് കൊടുത്തു. അവനത് നോക്കി നോക്കിയേ കിടന്നു. മിന്നുന്നു, മായുന്നു, പിന്നെ മിന്നുന്നു. അമ്മയുടെ കമ്മൽ മിന്നുകയല്ലാതെ മായാറില്ലല്ലോ. മിന്നാമിനുങ്ങിന്റെ ചിറക് മിന്നുകയും വിടരുകയും ചെയ്യും പോലെ ക്രമേണ അവന്റെ കണ്ണുകളും ചിമ്മി നിവരാൻ തുടങ്ങി. കറുത്ത തുണിയിൽ വെള്ളപ്പൊട്ടുപോലെ 1000 മിന്നാമിനുകുകൾ തലയിൽ കടന്ന് മൂളിപ്പറക്കുന്നു. മിനുങ്ങുന്ന തല, നേർത്ത ചിറക്, നക്ഷത്ര കണ്ണുകൾ. ഹായ്, പൂ പോലെ കാറ്റിൽ പറന്ന് പറന്ന് ഇങ്ങനെ പൊങ്ങാൻ എന്തു രസം. കിനാവിന്റെ ചിറകുകൾ വീശി വീശി അവൻ ഉയർന്നു. മിന്നാമിനുങ്ങിന്റെയും പൂക്കളുടെയും നാട്ടിൽ നിന്ന് നക്ഷത്രങ്ങളുടെയും മഴവില്ലിന്റെയും ലോകത്തിലേക്ക് കടന്നു. അമ്മയുടെ നീലപ്പട്ടുസാരി നിവർത്തി വിരിച്ചതുപോലെയുണ്ട് ആകാശം. അവിടെ അതാ ഒരു കോണിൽ നിന്നും നരച്ച താടിയും ചിരിച്ച മുഖവുമുള്ള അമ്പിളി അമ്മാവൻ അരിമണികൾ എണ്ണിപ്പൊറുക്കുന്നു. അങ്ങ് ദൂരെ ഒരു ചുവന്ന കൊട്ടാരം. അതിനകത്തു നിന്ന് തുടുത്ത് തലപ്പാവും വെച്ച് തിളങ്ങുന്ന വാളുമെടുത്ത് ഒരു രാജാവ് പട പുറപ്പെട്ടു വരികയാണ്. 7 കുതിരകളെ പൂട്ടിയ തേര്, 7 നിറമുള്ള വില്ല്, 7 കൊടിക്കൂറകൾ. അമ്മ പറയും പോലെ എല്ലാം 7 തന്നെ. കഥകളിയിലെ ചുവന്ന താടിയുടെ വേഷം പോലെ. കുട്ടി പെട്ടെന്ന് പേടിച്ചു. അന്ന് അമ്പലപ്പറമ്പിൽ വെച്ച് ഈ വേഷം കണ്ടിട്ടാണ് താൻ പേടിച്ചു കരഞ്ഞതെന്നും പനി പിടിച്ചതെന്നും ബോധം കെട്ടതെന്നും അവൻ ഓർത്തു. എത്ര സൂചിയാണ് കയ്യിലും പുറത്തുമായി കുത്തിയിറക്കിയത്. എത്ര കയ്പ് കഷായം കുടിച്ചു. എന്നിട്ട് വെങ്ങിക്കരയുന്ന തന്നെ അമ്മ മാറോട് അടക്കി പിടിച്ച് മുടിയിൽ തലോടി ഉമ്മ വയ്ക്കും. എന്തു മധുരമാണ് അമ്മയുടെ ഉമ്മയ്ക്ക്. എന്തു മിനുസം നെറ്റിയിൽ. കറുത്ത മുടികൾക്കിടയിൽ മിനുങ്ങുന്ന കമ്മൽ. നക്ഷത്രമാണോ അമ്മയുടെ കമ്മലാണോ കൂടുതൽ മിനുങ്ങുന്നത്? കുട്ടി ഓർത്തു നോക്കി. കമ്മലിനേക്കാളും നക്ഷത്രത്തെക്കാളും തിളങ്ങുന്നതായിരുന്നല്ലോ അന്ന് തന്നെ ഉമ്മ വെച്ചപ്പോൾ അമ്മയുടെ കണ്ണുകൾ. നല്ല കറുത്ത കൺപീലികൾക്കിടയിലുള്ള മിനുങ്ങുന്ന കണ്ണുകൾ. ആ കണ്ണുകളുടെ അരികിൽ നിന്നാണല്ലോ താൻ നക്ഷത്രത്തെ തേടിപ്പോയതെന്നോർത്തപ്പോൾ അവന് ചിരി വന്നുപോയി, ഒപ്പം ദുഃഖവും. ഓ, അമ്മ എവിടെ? തൻ്റെ അമ്മ. ഉറക്കത്തിൽ അവൻ പുഞ്ചിരിക്കുകയും കരയുകയും ചെയ്തിരുന്നു. നക്ഷത്രങ്ങളുടെ നിറമുള്ള മിന്നാമിനുങ്ങിനെയും അതിനേക്കാൾ നിറമുള്ള അമ്പിളിയെയും അതിനേക്കാൾ നിറമുള്ള സൂര്യനെയും അതിനേക്കാൾ ഒരുപക്ഷെ എല്ലാറ്റിനേക്കാളും നിറമുള്ള അമ്മയുടെ മുഖത്തെയും അവൻ സ്വപ്നം കണ്ടു. അമ്മ എവിടെ? തൻ്റെ അമ്മ. തനിക്ക് അമ്മയെ കാണണമല്ലോ. നിറങ്ങളെല്ലാം മാഞ്ഞു. ഭീകരമായ ഇരുൾ പിന്നെയും വ്യാപിക്കുന്നു. അവൻ കരഞ്ഞു, അമ്മേ, എൻ്റെ അമ്മേ. പെട്ടെന്ന് കുട്ടി ഞെട്ടി ഉണർന്നു. ഉണർന്നപ്പോഴേ കുപ്പിയിൽ നോക്കി.
നക്ഷത്രം എവിടെ? മിന്നാമിനുങ്ങ് എവിടെ? കുപ്പിയിലൊരു വൃത്തികെട്ട പുഴു ചത്തു കിടക്കുന്നു. അതിനെ ഉറുമ്പഴിക്കുന്നു. കുട്ടി അറപ്പോടെ ആർത്തു വിളിച്ചു, അച്ഛാ, നക്ഷത്രമല്ല, പുഴു, വെറും പുഴു. അതിനെ എടുത്ത് ദൂരെ കളയൂ. എന്നിട്ട് അവൻ തൻ്റെ അമ്മയുടെ മിനുങ്ങുന്ന കണ്ണുകൾ നോക്കാൻ അടുക്കളയിലേക്ക് ഓടി. കഥ ഓറഞ്ച് കുട്ടി. എഴുതിയത് ലളിതാംബിക അന്തർജനം. ലളിതാംബിക അന്തർജനം എഴുതിയ ഓറഞ്ച് കുട്ടി എന്ന കഥയിൽ നിന്ന് എടുത്ത ഒരു ഭാഗമാണ് നിങ്ങൾക്ക് പഠിക്കുവാനുള്ള നക്ഷത്രം എന്ന കഥ. ഈ പാഠത്തിൻ്റെ വിശദാംശവുമായി അടുത്ത വീഡിയോയിൽ കാണാം.